നമസ്കാരം. നേര്യമംഗലത്ത് ആശാവർക്കർമാർ ട്രെയിനിംഗ് ബഹിഷ്കരിച്ചു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ആശമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്ന ദിവസം ആ സമരത്തിൽ മറ്റ് ആശാപ്രവർത്തകർ പോകാതിരിക്കാൻ നാഷണൽ ഹെൽത്ത് മിഷൻ ജില്ലാ പ്രോഗ്രാം ഓഫീസറുടെ നിർദ്ദേശപ്രകാരം എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും ആശമാർക്ക് ട്രെയിനിംഗ് സംഘടിപ്പിച്ചിരുന്നു. ഇപ്രകാരം നേര്യമംഗലം ഫാമിലി ഹെൽത്ത് സെന്ററിലും ആശമാരുടെ ട്രെയിനിങ്ങിന് ഹാജരാകാൻ നിർദ്ദേശം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഹോസ്പിറ്റലിൽ നിലവിലുള്ള 28 ആശാപ്രവർത്തകരിൽ ഒരാൾ മാത്രമാണ് പങ്കെടുത്തത്. ബാക്കി മുഴുവൻ പേരും വിട്ടുനിന്നു. ഇവരിൽ ഭൂരിഭാഗം പേരും തിരുവനന്തപുരത്ത് ആശാപ്രവർത്തകരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ പങ്കെടുത്തതായാണ് വിവരം. ആശാപ്രവർത്തകരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ട്രെയിനിങ്ങിൽ നിന്നും വിട്ടുനിന്ന ആശാപ്രവർത്തകരെ അഭിനന്ദിക്കുന്നു എന്നും അവർക്കൊപ്പം കോൺഗ്രസ് പാർട്ടി ഉണ്ടാകുമെന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജന്റ് ചാക്കോ പറഞ്ഞു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെയ്മോൻ ജോസ്, MS റസാഖ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. നേര്യമംഗലം ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ആശാപ്രവർത്തകർ 28 പേരാണ് മൊത്തം ഉള്ളത്. ഇന്ന് ഡിസ്ട്രിക്റ്റിൻ്റെ പ്രോഗ്രാം മാനേജർ DPO ഒരു സർക്കുലർ ഇറക്കിയിരുന്നു. നിലവിലുള്ള ആശാപ്രവർത്തകർക്ക് ഇന്ന് ട്രെയിനിങ് കൊടുക്കണമെന്നാണ് ആ സർക്കുലർ ഉള്ളത്. എല്ലാ ആശാപ്രവർത്തകരും ഇന്ന് രാവിലെ 10 മണിക്ക് ഈ ഹോസ്പിറ്റലിൽ ഹാജരാകണമെന്നും ഒപ്പം ഇവർക്ക് MLSPമാരും അതുപോലെ തന്നെ പാലിയേറ്റീവ് നേഴ്സും ഉൾപ്പെടുന്നൊരു വിങ് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കണമെന്നാണ് അതിൽ നിർദ്ദേശമുണ്ടായിരുന്നത്. നേര്യമംഗലത്തെ ആശാപ്രവർത്തകർ തിരുവനന്തപുരത്ത് നടക്കുന്ന ആശാപ്രവർത്തകരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ ആ ട്രെയിനിങ് പ്രോഗ്രാമിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഇവിടെ 28 പേരിൽ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും തന്നെ ഇവിടെ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഒരാൾ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ് ഒരാളെ. അതുകൊണ്ട് യാദൃശ്യമായിട്ടാണ് അയാൾ വന്നത്. അയാളെ പേടിപ്പിച്ച് ഇനി നാളെ തൊട്ട് ജോലി ഉണ്ടാകില്ല എന്നോ പറഞ്ഞ് ആരോ ഭയപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ വന്നത്. എന്തായാലും നേര്യമംഗലത്തെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ കീഴിലുള്ള ആശാപ്രവർത്തകരെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. തങ്ങളുടെ സഹപ്രവർത്തകർ ഒരുപാട് നാളുകളായി ഒരുപാട് ദിവസങ്ങളായി വെയിലത്തും മഴയത്തുമെല്ലാം തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ആ സമരത്തിന് ഇവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അവരെ ഹൃദയപൂർവ്വം ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. ആശമാരുടെ സമരം വലിയ വിജയമായി തീരട്ടെ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമുക്കറിയാം, വലിയ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളിലുമാണ് അവരുടെ ന്യായമായ ആവശ്യം ഈ ഗവൺമെൻറ് അംഗീകരിച്ചു കൊടുക്കുമെന്ന് ഈ അവസരത്തിൽ പ്രത്യാശിക്കുകയാണ്. തൊഴിലാളി വർഗ പാർട്ടിയുടെ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ തൊഴിലാളികളുടെ ഈ സമരത്തെ കണ്ടില്ല എന്ന് നടിക്കുന്നത് നീചമാണ് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും ഈ ആശമാരുടെ ട്രെയിനിങ് സമരത്തെ അതിനെ അവഗണിച്ചുകൊണ്ട് ആരും ഇങ്ങോട്ടെത്തിയില്ല. അവർക്ക് എല്ലാവിധ പിന്തുണയും ഈ അവസരത്തിൽ നേരുന്നു. സർക്കുലറൊക്കെ ഇതിൽ പങ്കെടുത്തില്ലെങ്കിൽ അവരെ പിരിച്ചുവിടുമെന്നുള്ള വലിയ വാർത്തയാണ് പറഞ്ഞത്. എന്തായാലും ഏത് തരത്തിലുള്ള നടപടിയെയും നേരിടാൻ തയ്യാറായി നിൽക്കുന്ന അവർക്ക് എല്ലാവിധ പിന്തുണയും ഈ പൊതുസമൂഹത്തിൻ്റെ ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു.